ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകിട്ട് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ആണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പിലും അധികം ഉണ്ട് അവിൽ, ഒരു 1.5 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഏത്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഏത്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 സ്പൂൺ കൂടി ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഡ്രൈ ആയതുകൊണ്ടാണ് ഒരു 2 സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് കളറ് ചേഞ്ച് ചെയ്യുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ആ പഴത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരല്പം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് നേരമൊന്നും പിന്നെ വേവിക്കണമെന്നില്ല കേട്ടോ. ആ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഇത് ഫില്ല് ചെയ്യാൻ നമുക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പിലേക്ക് 4 എഗ്ഗാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. 4 എഗ്ഗ് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓരോ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അല്പം വെള്ളവും ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ദോശ ചുട്ടെടുക്കുക. നമ്മൾ ദോശ റെഡിയായി വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരല്പം ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ള ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് റോളാക്കി എടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ 2 സൈഡ് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് റോൾ ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, സംഭവം റെഡിയാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ റോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾസിനോട് ചോദിക്കുക അവർക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. അധികം മധുരമൊന്നും വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. മക്കൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ തേങ്ങാപ്പാലും ഷുഗറും ചേർത്തിട്ടാണ് കൊടുക്കൽ. Super. Super. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.